കേരളത്തിലെ പൊതുനിരത്തുകളുടെ മുഖച്ഛായ മാറുകയാണ്. അതിവേഗത്തിലാണ് സംസ്ഥാനത്ത് ദേശീയപാത വികസനം പുരോഗമിക്കുന്നത്. ഒരിക്കലും നടക്കില്ല എന്ന് പലരും വിധിയെഴുതിയ ദേശീയപാത വികസനമാണ് LDF സർക്കാരിന്റെ ഇച്ഛാശക്തിയിൽ യാഥാർത്ഥ്യമാകുന്നത്. കേരളത്തിന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളക്കുക മാത്രമല്ല, ശരവേഗത്തിൽ ചിറകടിച്ച് കുതിക്കുകയാണ് സംസ്ഥാനത്ത് ദേശീയപാത വികസനം. $568 കിലോമീറ്റർ ദൈർഘ്യമുള്ള ദേശീയപാത വികസനം പ്രതിസന്ധികളെല്ലാം മറികടന്ന് യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ്. കണ്ണൂരിലെയും തലശ്ശേരിയിലെയും തളിപ്പറമ്പിലെയുമെല്ലാം ഗതാഗത കുരുക്കുകൾ ഇനി പഴങ്കഥകളാകും. ദേശീയപാത വികസനം അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. വിവാദം ആളിപ്പടർന്ന കണ്ണൂർ കീഴാറ്റൂരിലും സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയായി. ദേശീയപാത വികസനം സ്തംഭിപ്പിക്കാൻ വികസന വിരോധികളും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരും നടത്തിയ ശ്രമങ്ങൾ കേരളം തിരിച്ചറിയുകയും ചെയ്തു. ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് ഉയർന്ന നഷ്ടപരിഹാരം ഉറപ്പുവരുത്തി. വ്യാപാരി സമൂഹത്തെയും ജനങ്ങളെയും വിശ്വാസത്തിൽ എടുത്തുകൊണ്ടുള്ള വികസന വീക്ഷണമായിരുന്നു സർക്കാരിന്റേത്. $12,691 കോടി ചെലവിടുന്ന പ്രവൃത്തിയുടെ ഉദ്ഘാടനമാണ് കഴിഞ്ഞ മാസം നിർവഹിച്ചത്. ദേശീയപാത വികസനം പൂർത്തിയാകുന്നതോടെ വൻ വികസന മുന്നേറ്റത്തിനാകും കേരളം സാക്ഷ്യം വഹിക്കുന്നത്. പലരും അപ്രാപ്യമെന്ന് വിധിയെഴുതിയ കേരളത്തിലെ ദേശീയപാത വികസനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ടാണ് പൂർത്തിയാകുന്നത്. കണ്ണൂരിൽ നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം M. സന്തോഷ്.